മന്ത്രമുയരുന്ന ഹൃദയ തീരങ്ങളെ പുതിയൊരു പുലർവേള കണ്ടിടാം ഉണരുമോ തുയിരുണരുമോ നേരിൻ സഖാക്കളെ ഓരിൻ കിനാക്കളെ നേരിൻ സഖാക്കളെ ഓരിൻ കിനാക്കളെ ഇൻകുലാബിന്റെ മന്ത്രമുയരുന്ന ഹൃദയ തീരങ്ങളെ പുതിയൊരു പുലർവേള കണ്ടിടാം ഉണരുമോ DYFI പഞ്ചായത്ത് കമ്മിറ്റി വരാനിരിക്കുന്ന ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഈ ദേശാഭിമാന സംഗമം രൂപീകരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രചാരണാർത്ഥമായി ഇന്ന് ഇവിടെ കാൽനട ജാഥ വേലാമ്പാറ ഇവിടെ മുതൽ വേലന്താവളം വരെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള SFI ജില്ലാ സെക്രട്ടറി സഖാബ് ജി ആശിഷ് അവരെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ജാഥയുടെ ക്യാപ്റ്റൻ മാത്രമല്ല ഇപ്പോഴത്തെ പഞ്ചായത്ത് DYFI പഞ്ചായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ P. പ്രവീൺ, അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി അംഗമായ സഖാവ് MC ചന്ദ്രൻ, അതുപോലെ തന്നെ ബ്ലോക്ക് കമ്മിറ്റി അംഗമായ KV നൂർഷാദ്, അതുപോലെ തന്നെ ഈ ജാഥയിൽ അണിനിരന്നിട്ടുള്ള എല്ലാ സഖാക്കൾക്കും നല്ലവരായ നാട്ടുകാർക്കും എന്റെ സ്വാഗതം പറഞ്ഞുകൊണ്ട് DYFI പഞ്ചായത്ത് കമ്മിറ്റിയുടെ സ്ഥാനത്തിലും സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് രൂപനെ ക്ഷണിച്ചുകൊണ്ടു. ഈ ജാഥയെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി SFIയുടെ മണ്ഡലത്തിലും ഒരു തെറ്റ് പറ്റി. എന്താ തെറ്റ് പറ്റിയത്? ഇപ്പൊ നമ്മുടെ MLA വിചാരിക്കുന്നത് സരിതപ്പോ എല്ലാ ആളുകളും വിളിച്ചിട്ടുള്ളതാണ്. കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചിരിക്കണോ, ഉമ്മൻചാണ്ടിയെ വിളിച്ചിരിക്കണോ, തിരുവനന്തപുരം എല്ലാ ആളുകളും വിളിച്ചിരിക്കണോന്നുണ്ട്. എന്താ നമ്മുടെ MLAക്ക് ആകെ വേദാതിയാണ്. ഈ കുട്ടിക്ക് ഈ കുട്ടിക്ക് എനിക്കൊരു മിസ്കോൾ പോലും അടിക്കാൻ തോന്നിയില്ലാലോ എന്നാണ് ശ്രീമാൻ അച്യുതൻ വിചാരിക്കുന്നത്. എല്ലാ ആളുകളും വിളിക്കാൻ സമയം കിട്ടിയ ഈ കുട്ടി എനിക്കെന്ത് ഒരു മിസ്കോൾ പോലും അടിച്ചില്ല എന്നുള്ളതാണ് അച്യുതനുള്ള വേദനാദി. അങ്ങനെ ഞങ്ങൾ 2 വർഷം മുമ്പ് പറഞ്ഞതാണ് ഈ മഹാഭാവികളെ അധികാരത്തിലേറ്റത്. അങ്ങനെ അധികാരത്തിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങളാകെ തന്നെ ഇല്ലാതാക്കുമെന്ന് ഞങ്ങൾ 2 വർഷം മുമ്പ് പറഞ്ഞതാണ്. ഇപ്പൊ കോൺഗ്രസുകാരോട് നിവേദിക്കുക, നമ്മൾ ചിലരുടെ ഫ്ലക്സ് വെച്ച് വെച്ചിട്ടുണ്ട്. കോൺഗ്രസുകാർക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക്, കൈപ്പത്തി വോട്ട് ചെയ്ത ആളുകളോട് നമ്മൾക്ക് DYFIയുടെ ആളുകൾ പറയാനുള്ള ഇത്രയേ ഉള്ളൂ: കൈക്കുത്തിയ പാവികളെ നെഞ്ചിക്കുത്തി ചത്തോളൂ. അത് മാത്രമേ പറയാനുള്ളൂ. കൈക്കുത്തിയ പാവികളെ നെഞ്ചിക്കുത്തി ചത്തോളൂ. അത് മാത്രമേ DYFIക്കാർക്ക് പറയാനുള്ളൂ. ഒന്ന് മനസ്സിലാക്കണം, കേരളത്തിനകത്ത് 21 മുഖ്യമന്ത്രിമാർ ഈ കേരളത്തിനകത്ത് മുമ്പുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു മന്ത്രിയോ ഒരു മുഖ്യമന്ത്രിക്കും കേൾക്കേണ്ടി വന്നിട്ടില്ലാത്ത രൂപത്തിൽ വലിയ വലിയ അഴിമതി കഥകളാണ് ഇന്ന് ഈ സംസ്ഥാനത്തിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ അഴിമതിയുടെ ചുക്കാൻ പിടിക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ ആ അഴിമതിക്കകത്ത് നേതൃത്വം കൊടുത്തു എന്നുള്ള സാഹചര്യം വന്നിട്ടില്ല കേരളത്തിനകത്ത് മുമ്പെങ്ങും. ആ രൂപത്തിൽ ഈ മുഖ്യമന്ത്രി കസേരയിൽ ഉമ്മൻചാണ്ടി ഇരുന്നുകൊണ്ട് ഒരു അന്വേഷണം ഞങ്ങൾക്ക് തൃപ്തികരമാകില്ല. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലാതെ രാവിലെ എണീച്ചു കഴിഞ്ഞാൽ രാമായണത്തിൽ പാരായണം ചൊല്ലുന്നത് പോലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഞങ്ങൾ വെറുതെ പറയുകയല്ല. പണ്ട് കേരളത്തിലെ ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവുണ്ട് K. കരുണാകരൻ. അയാൾ പറയാണ്, അയാൾ ഏത് സമയത്തും പറയുന്ന ആന്റണി
രാജിവെക്കണം, ആന്റണി രാജിവെക്കണം എന്നുള്ളതാണ്. പെന്റഗൺ ടവർ തകർന്നു വീണു. മാധ്യമപ്രവർത്തകർ കരുണാകരനോട് ചോദിച്ചു, കരുണാകരജി പെന്റഗൺ ടവർ തകർന്നു വീണുവല്ലോ, താങ്കൾക്ക് എന്താണ് പറയുവാനുള്ളത് ചോദിച്ചപ്പോൾ ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ, ശ്രീമാൻ എ കെ ആന്റണി രാജിവെക്കാത്തതിന്റെ കുഴപ്പമാണ് പെന്റഗൺ ടവർ തകർന്നു വീണത് എന്ന് പറഞ്ഞ ആളാണ് കെ കരുണാകരൻ. അതുപോലെയല്ല ഡിവൈഎഫ്ഐക്കാര് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. മറിച്ച് ഉമ്മൻചാണ്ടി തന്നെ ഈ സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കോടതി പോലും പരാമർശിച്ചിട്ടുള്ള ഈ സാഹചര്യത്തിനകത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് തിരുവനന്തപുരം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് എന്ത് അന്വേഷണം നടത്തിയാലും ആ അന്വേഷണം തൃപ്തികരമാവുകയില്ല, മറിച്ച് ആ അന്വേഷണം അട്ടിമറിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് ശ്രീമാൻ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ആ ആവശ്യത്തെ മുഖവിലക്കെടുക്കാതെ അധികാരത്തിൽ കോടതി പോലും പരാമർശിച്ചതുപോലും അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് അധികാരം നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്ന് പ്രതീക്ഷിക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എല്ലാം സുതാര്യമായിട്ടുള്ള ഭരണമാണ് ഈ രാജ്യത്തിനകത്ത് കേരളത്തിനകത്ത് നടപ്പിലാക്കണം എന്ന് പ്രഖ്യാപിച്ച ആളാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. എല്ലാം സുതാര്യം എന്നാണ് പറയുന്നത്. மேனாம்பாறை முதல் வேலந்தாவளம் வரை நடைபெறவிருக்கும் இந்த கால்நடை ஜாதையை தொடங்கி வைத்து சிறப்புரையாற்றிய எஸ்எஃப்ஐ ஜில்லா செக்ரட்டரி சகாவ் ஆஷிஷ் அவர்களுக்கும், எல்சி சென்டர் எம்சி சந்திரேகன் அவர்களுக்கும் மற்றும் டிவைஎஃப்ஐ எல்லா சகாக்களுக்கும் டிவைஎஃப்ஐ வில்லேஜ் கமிட்டியின் சார்பாகவும் என்னுடைய சார்பாகவும் மனமார்ந்த நன்றியை தெரிவித்துக் கொள்கிறேன். நன்றி. നിന്ന് ആരംഭിക്കുന്ന ഈ കാൽനട പ്രചരണ ജാഥ എസ്എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് ജി ആശിഷ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മേടാമ്പാറയുടെ വമ്പിച്ച സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അടുത്ത സ്വീകരണ കേന്ദ്രമായ എരിപ്പാറയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എസ്എഫ്ഐ ജില്ലാ സെക്രട്ടറി സഖാവ് ജി ആശിഷ്, അദ്ദേഹത്തിനും ഈ കാൽനട പ്രചരണ ജാഥ ക്യാപ്റ്റൻ സഖാവ് പ്രവീണിനും അതുപോലെ തന്നെ ഇവിടെ ഉള്ള എല്ലാ സഖാക്കൾക്കും നാട്ടുകാർക്കും ഈ കാൽനട പ്രചരണ ജാഥയ്ക്ക് സ്വാഗതം അറിയിച്ചുകൊണ്ട് സ്വാഗതം അറിയിക്കാൻ സഖാവ് അരുൺ, അധ്യക്ഷ സ്ഥാനത്തേക്ക് സഖാവ് അരുൺ, എലിപ്പാറ യൂണിറ്റ് പ്രസിഡന്റ് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ജാഥയ്ക്ക് സംസാരിക്കാനായിട്ട് എൽ സി സെന്റർ സഖാവ് എം സി ചന്ദ്രനെ ക്ഷണിച്ചോളൂ. സഖാക്കളെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാർ, ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത അഴിമതിയെ ചെറുക്കുക, കോർപ്പറേറ്റുകളെ ചെറുക്കുക എന്ന മുദ്രാവാക്യം വെച്ച് ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി ദേശാഭിമാനി സംഗമം നടത്താൻ തീരുമാനിച്ചതിന്റെ പ്രചരണാർത്ഥമാണ് എസ്എഫ്ഐയുടെ വടകരപ്പള്ളി പഞ്ചായത്ത് ഡിവൈഎഫിന്റെ വടകരപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സഖാവ് പ്രവീണിന്റെ നേതൃത്വത്തിൽ മേനാമ്പാറയിൽ ഉദ്ഘാടനം ചെയ്ത ജാഥയാണ് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത ആ മുദ്രാവാക്യം എല്ലാം കൊണ്ടും ബോധിച്ച ഒരു മുദ്രാവാക്യം തന്നെയാണ്. യു പി ഗവൺമെന്റ് ഭരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന
ഭരിക്കുന്ന UP ഗവൺമെന്റ് ആയാലും കേരളം ഭരിക്കുന്ന UDF ഗവൺമെന്റ് ആയാലും അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്ന അത് തൊഴിലായി സ്വീകരിച്ചിരിക്കുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. UP ഗവൺമെന്റിന്റെ കേന്ദ്രം ഭരിക്കുന്ന മൻമോഹൻ സിംഗ് ഗവൺമെന്റ് നേതൃത്വത്തിൽ ഇന്ന് മൊത്തം എല്ലാ മേഖലയെടുത്താലും അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്ന ഒരു സങ്കടമാണ് കാണുന്നത്. 2G സ്പെക്ട്രം 3G സ്പെക്ട്രം അതുപോലെ തന്നെ ആധാർ സിംബലോളം ആഭിമുഖ്യത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥ പടയപ്പൽ പഞ്ചായത്ത് സെക്രട്ടറി നയിക്കുന്ന കാൽനട വാഹനത്തിൽ ഒത്തുവീടാണ്ട് ഈ വൈത്താരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഴിമതിയെ തുരത്തുക, കോർപ്പറേറ്റ് വാഴ്ചയെ ചേർക്കുക എന്ന മുദ്രാവാക്യം ആഭിമുഖ്യത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥ ഈ വാഹനത്തിൽ തൊട്ടു പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. Apa